ഇടുക്കി തൊടുപുഴ ജില്ലാ ആശുപത്രിയിലെ ലിഫ്റ്റ് തകരാർ പരിഹരിച്ചു. 2 ദിവസമായി ലിഫ്റ്റിന്റെ പ്രവർത്തനം നിലച്ചതിനാൽ രോഗികളെ ചുമന്ന് മുകളിലത്തെ നിലയിൽ എത്തിക്കേണ്ട അവസ്ഥയായിരുന്നു. സംഭവം വാർത്തയായതോടെയാണ് മണിക്കൂറുകൾക്കുള്ളിൽ പ്രശ്നം പരിഹരിച്ചത്. ഈ റിപ്പോർട്ട് കൂടി കണ്ടുകൊണ്ട് ഈ ബുള്ളറ്റിൻ പൂർത്തിയാകുകയാണ്. ശേഷം ജാഗ്രതയിൽ സോന ചേരും. നമസ്കാരം. വൃക്ക തകരാറായ രോഗികളെയടക്കം നിരവധി രോഗികളെയാണ് ജില്ലാ ആശുപത്രി കെട്ടിടത്തിലെ മുകൾ നിലയിലേക്ക് ഇങ്ങനെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ലിഫ്റ്റ് തകരാറിലായത്. ക്യാൻസർ വാർഡ്, ഡയാലിസിസ് യൂണിറ്റ്, പുരുഷന്മാരുടെ വാർഡ്, ദന്തരോഗ വിഭാഗം തുടങ്ങി നിരവധി വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലെ ലിഫ്റ്റാണ് തകരാറിലായത്. ചേട്ടനെ കൊണ്ട് വന്നാ ചേട്ടൻ പയ്യെ പിടിച്ച് കയറി ഞാൻ പോന്നു. പിന്നെ ആരം വരെ കസാരയിലെടുത്ത് മോളിൽ കയറ്റി കൊണ്ടുവരും. അമ്മ കസേരയിൽ എടുത്തോണ്ടാ കയറിയത്. ഞങ്ങളെല്ലാവരും കൂടി എടുത്തുകൊണ്ട് കയറി. എൻ്റെ വൈഫാ കസേരയില ഞങ്ങൾ ചേരല കൊണ്ട്. ലിഫ്റ്റ് കാലപ്പഴക്കമേറിയതാണെന്നും പലതവണ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടെന്നുമാണ് ആശുപത്രി അധികൃതർ പറഞ്ഞത്. അതിൻ്റെ സെൻസർ പോയി കിടക്കുകയാണ്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് പ്രശ്നം ഉണ്ടായത്. വളരെ പഴയൊരു ലിഫ്റ്റാണ്. ഇടയ്ക്ക് ജില്ലാ പഞ്ചായത്ത് കണ്ട് ഒന്ന് റിനോവേറ്റ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. അതിന് സ്ഥിരം അതിൻ്റെ കംപ്ലയിൻറ്റ് സ്ഥിരം ഉണ്ടാകുന്നുണ്ട്. മൊത്തം കംപ്ലയിൻറ്റ് 10 ലക്ഷം രൂപ കണ്ട് മുടക്കി ഒരു പ്രാവശ്യം ചെയ്തതാണ്. തകരാർ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ സൂപ്രണ്ടിനെ ഉപരോധിച്ചിരുന്നു. പിന്നാലെ ഉച്ചയ്ക്ക് ശേഷം എറണാകുളത്ത് നിന്നെത്തിയ ലിഫ്റ്റ് ടെക്നീഷ്യൻ സംഘം തകരാർ പരിഹരിച്ചു. ദിവസേന 100 കണക്കിന് രോഗികളാണ് ഇടുക്കി ജില്ലാ ആശുപത്രിയിലെത്തുന്നത്. ന്യൂസ് മലയാളം, ഇടുക്കി.